എല്ലാ വ്യൂവേഴ്സിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ടി വി എസ് എൻടോർക്ക് 125 മോഡലിൻ്റെ എക്സ്ട്രാ ടെക്നോളജി, അതായത് XP125 XP എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ മോഡലാണ് നമ്മൾ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 125 XP മോഡലിൽ 2 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന നിയോൺ ഗ്രീൻ കളറും അതുകൂടാതെ മറ്റൊരു നിയോൺ ബ്ലൂ, ഇങ്ങനെ 2 കളറാണ് ഈ മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം 1.37 വരുന്നുണ്ട്. ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണിത്. ഫുൾ കണക്ടിവിറ്റി സംബന്ധമായ ഒത്തിരി ഫീച്ചേഴ്സ് ഈ മോഡലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വാഹനത്തിൻ്റെ മിറർ മറ്റു ഈ സ്കൂട്ടറുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിപ്പമുള്ളതും കുറേ കൂടി എയറോഡൈനാമിക് ആയിട്ടുള്ള മിററാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സൺവൈസറാണ്. ഇതൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളതും യൂണീക്ക് ആയിട്ടുള്ളൊരു സൺവൈസറാണ് നമ്മുടെ വാഹനത്തിൽ ലഭിക്കുന്നത്. ഫ്രണ്ട് ഹാൻഡിൽ കവറിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള സ്മാർട്ട് കണക്റ്റിൻ്റെ ബാഡ്ജിങ്ങും മേക്ക് ഇൻ ഇന്ത്യ ബാഡ്ജിങ്ങും നമുക്ക് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആണ്. അതിൻ്റെ ബാഡ്ജിങ്ങും ടി വി എസിൻ്റെ ഒരു 3D ബാഡ്ജിങ്ങും നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പും ആണ് സെൻട്രൽ പോർഷനിൽ വരിക. അതിന് താഴെയായിട്ടാണ് നമ്മുടെ സ്പ്ലിറ്റ് LED ബൾബുകൾ യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്, അതും LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. LED പൈപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടി വി എസിൻ്റെ T എന്ന് പറയില്ല, ആ ഒരു ലോഗോ പോലെ ഒരു ഡിസൈനുള്ള LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 4 സെപ്പറേറ്റ് LED ബൾബ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിം ബ്രൈറ്റ്നെല്ലാം തന്നെ സെപ്പറേറ്റ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നല്ലൊരു പ്രകാശവും ഒരുപാട് ദൂരത്തേക്കുള്ളൊരു നല്ലൊരു ലൈറ്റ് ത്രോ ചെയ്ത് നമ്മുടെ വണ്ടിക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എടുത്ത് പറയാവുന്ന കാരണം വെച്ചാൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള പെയിൻറ്റിങ് സസ്പെൻഷന് ചുറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ നിന്നല്ല, ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് ഒരു സ്പെഷ്യലി സ്പ്ലിറ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് നമ്മുടെ വാഹനത്തിൽ ലഭിക്കുന്നത്. 12 ഇഞ്ചാണ് അലോയ് വീൽസിൻ്റെ സൈസ് വരുന്നത്. വാഹനത്തിൻ്റെ ടയേഴ്സ് എല്ലാം തന്നെ ട്യൂബ്ലെസ് ആണ്. 100/80/12 ആണ് ഫ്രണ്ട് ട്യൂബ്ലെസ് ടയറിൻ്റെ സൈസ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 220 mm സിംഗിൾ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് 100/80/12. ഇതാണ് വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത്. കുറച്ചുകൂടി വീതിയുള്ള ടയറാണ് നമ്മുടെ വണ്ടിക്ക് ലഭിക്കുന്നത്. കാരണം അതുകൊണ്ട് ഒത്തിരി കംഫർട്ടബിൾ ആയിരിക്കും യാത്ര ചെയ്യാനായിട്ട്. പകുതി സസ്പെൻഷൻ്റെ പണി നമ്മുടെ ഈ ടയർ തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് നല്ല ഹാൻഡിലിങ് നമുക്കിപ്പോൾ തിരിക്കാനും മറിയാനൊക്കെ വളരെ എളുപ്പമായിട്ട് സാധിക്കുന്നതാണ്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm ആണ്. അത്യാവശ്യം ഒരു സ്കൂട്ടർ റേഞ്ചിൽ പൊടിക്ക് കുറവാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ആകെ വീൽ ബേസ് വരുന്നത് 1285 mm ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വീൽ ബേസ് ഉണ്ട്. നല്ലപോലെ വലിപ്പമുള്ളൊരു വാഹനം തന്നെയാണ് നമ്മുടെ സ്കൂട്ടർ. ടോട്ടൽ വെയിറ്റ് ആകെ 109 കിലോഗ്രാമേ വരുന്നുള്ളൂ. പക്ഷേ നമുക്കത് ഹാൻഡിൽ ചെയ്യാനും ഇപ്പോൾ ചേച്ചിമാർക്കായാലും പെൺകുട്ടികൾക്കായാലും വാഹനം സ്റ്റാൻഡിൽ നിന്ന് എടുക്കാനും ഓടിച്ചുകൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനും ഒന്നും ഈ വെയിറ്റ് 109 കിലോ അത്ര കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ആവറേജ് ഒരു സ്കൂട്ടറിന് 102 അല്ലെങ്കിൽ 105 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫുഡ് സ്പേസ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഏകദേശം ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ പോലും അവരുടെ കാല് ഫ്രണ്ടിൽ ഹാൻഡിൽ ബാറിലോ അല്ലെങ്കിൽ ആ ഫ്രണ്ട് കോക്ക്പിറ്റ് ഡിസൈൻസിലോ ഒരിക്കലും തട്ടത്തില്ല. നല്ല സൂപ്പറായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ബാറിൻസ് എല്ലാം തന്നെ ഒരു ഓഫ് ക്രോം കളറാണ്. റബ്ബർ മൗണ്ടഡ് ആയിട്ടുള്ള ഹാൻഡിൽ ഗ്രിപ്സും. ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ വലത്തെ സൈഡിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണും ഹസാർഡിൻ്റെ ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെയും ബട്ടൺ ലഭിക്കുന്നത്. കൂടാതെ വോയിസ് അസിസ്റ്റൻ്റിൻ്റെ ബട്ടൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്പ്ലിറ്റ് ആയിട്ടുള്ള TFT സ്മാർട്ട് കണക്റ്റ് സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ്. 2 ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ഡിസ്പ്ലേയിൽ ഏകദേശം 81ഓളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. അതായത് നമ്മൾ TVS കണക്റ്റ് ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഈ സ്കൂട്ടർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് ചേസ് നമ്പറും കുറച്ച് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതെല്ലാം ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 81ഓളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഫോണിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്വിഗ്ഗി, അതുകൂടാതെ വെതർ, ക്രിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഇടത്തെ സൈഡിലെ വലിയ സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻ ട്രാൻസിറ്റ് ആണ് അല്ലെങ്കിൽ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ഡെലിവറി ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിതിൽ കാണിക്കും. അതുകൂടാതെ ലൈവായിട്ട് ക്രിക്കറ്റിൻ്റെ സ്കോർ അപ്ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്, വെതർ അപ്ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ലോ ഫ്യൂൽ വാർണിംഗ്, ഫ്യൂൽ കുറവാണെങ്കിൽ അതിനുള്ള വാർണിംഗ് കാണിക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആണ്. അതായത് നമുക്ക് ആ ഒരു ബട്ടൺ വലത്തെ സൈഡിലുള്ള ബട്ടൺ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ കൂടുതൽ വാഹനം ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ തനിയെ അങ്ങ് ഓഫായി പോകും. പിന്നീട് നമ്മൾ ആ ആക്സലേഷൻ ഒന്ന് ത്രോട്ടിലൊന്ന് തിരിച്ചു കൊടുത്താൽ, ബ്രേക്ക് പിടിച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി സ്റ്റാർട്ടാവും.
പിന്നെ നോർമലായിട്ട് ഒരു സ്കൂട്ടറിൽ വരുന്ന ഫീച്ചേഴ്സായ ഡേറ്റ്, ടൈം, ഓഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ അതുകൂടാതെ ഒത്തിരി ഫീച്ചേഴ്സ് അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ഹുക്കിന് ഏകദേശം 3 കിലോളം വെയിറ്റ് താങ്ങാൻ പറ്റും. ഇതുപോലെ തന്നെ ഒന്ന് നമ്മുടെ സീറ്റിൻ്റെ താഴെയും വരുന്നുണ്ട്. ഇതിനും 3 കിലോ വെയിറ്റ് താങ്ങാൻ പറ്റുന്നതാണ്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഓപ്പണിംഗ് എല്ലാം തന്നെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സീറ്റാണ്. നല്ല വീതിയുള്ള സീറ്റാണ്. സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. രണ്ടുപേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ. കൂടെ നമുക്ക് തൈ സപ്പോർട്ട് നല്ലപോലെ കിട്ടുന്നുണ്ട്. തീരെ ഹാർഡും അല്ല എന്നാൽ പറ്റേ സോഫ്റ്റ് അല്ലാത്ത രീതിയിലുള്ളൊരു കുഷനിങ് ആണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം 770 mm വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നുള്ളൂ. 5 അടി തൊട്ട് മുകളിലേക്ക് പൊക്കമുള്ള ആളുകൾക്ക് സുഖമായിട്ട് വണ്ടിമേ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാല് താഴെ എത്തുന്നതാണ്. അപ്പോൾ അതിന് യാതൊരു സംശയമില്ല. ഇനി ചേച്ചിമാരും പെൺകുട്ടികൾക്കെല്ലാം സുഖമായിട്ട് ഈ വാഹനം എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റ് തുറക്കുന്ന ഈ ഭാഗത്തു നിന്നാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ് തുറയും. സീറ്റിൻ്റെ താഴെയുള്ള കപ്പാസിറ്റി ഏകദേശം 22 ലിറ്ററാണ് ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. നമുക്കൊരു ഹെൽമെറ്റും നോർമൽ ഒരു സൈസുള്ള ഹെൽമെറ്റും ബാക്ക് പാക്ക് കാര്യങ്ങളൊക്കെ വെച്ചാലും അത്യാവശ്യം സ്പേസ് നമുക്ക് ബാക്കിയുണ്ടാവും. പിന്നെ എടുത്ത് പറയുന്ന 1-2 കാര്യങ്ങൾ വെച്ചാൽ ഈ വാഹനത്തിന് USB ചാർജിങ് അവൈലബിൾ ആണ്. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള സപ്പോർട്ടുണ്ട്. ഈ ഒരു പ്ലേസിലാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. കണ്ടോ, ഇതാണ് ചാർജിങ്ങിൻ്റെ പോർട്ട് വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ OBD2 സെൻസർ എന്ന് പറയുന്നത്. ഇതാണ് ചേസ് നമ്പർ വരുന്നത്. വാഹനത്തിന് നല്ല എയറോഡൈനമിക് ആയിട്ടുള്ള മാറ്റ് ബ്ലാക്ക് കളറുള്ള അടിപൊളി ഗ്രാബ് റെയിലും ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഈ കീ സ്വിച്ച് തന്നെ ഈ സ്വിച്ചിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആയി വരും. E20 ഫ്യൂൽ സപ്പോർട്ടർ ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. 5.3 ലിറ്ററാണ് ടോട്ടൽ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന വാഹനമാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി വണ്ടിയിൽ വരുന്നുണ്ട്. മെയിൻ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. പിന്നെ അലൂമിനിയം മെറ്റലിലുള്ള നല്ല അടിപൊളി 2 എയറോഡൈനമിക് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റ് നമ്മുടെ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ഇനിയാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ പാർട്ടിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എയർ കൂൾഡ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ്. 124.8 ആണ് ടോട്ടൽ CC വരിക. 9.3 bhp ആണ് ടോട്ടൽ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത്. 10.6 ന്യൂട്രൺ മീറ്റർ നമുക്ക് ടോർക്ക് ലഭിക്കുന്നുണ്ട്. 0 to 100 കവർ ചെയ്യാൻ വെറും 8.9 സെക്കൻഡ് മാത്രം മതി. വാഹനത്തിന് കിക്കർ അവൈലബിൾ അല്ല. കാരണം ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്കൂട്ടേഴ്സിലൊന്നും തന്നെ കിക്കർ മെയിനായിട്ട് വരുന്നില്ല 125 cc. മൈലേജ് ഒരു 40-45 ആ റേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. റിയർ സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോഗിൾ ലിങ്ക് ഗ്യാസ് ഫില്ലർ ഡാമ്പർ സസ്പെൻഷനാണ്. സിംഗിൾ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് സസ്പെൻഷനാണ്. ലേഡീസ് ഫുഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. 130 mm റിയർ ഡ്രം ബ്രേക്ക് അവൈലബിൾ ആണ്. അഡീഷണൽ ആയിട്ട് ടയർ ഹഗർ കൂടി നമ്മുടെ വാഹനത്തിന് വരുന്നുണ്ട്. ബാക്ക് സൈഡ് റിഫ്ലക്ടർ 2 സൈഡിലും വരും. ഹാലജൻ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു യെല്ലോ കളറുള്ള 2 ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ആ ടെയിൽ ലൈറ്റ് ഇപ്പോഴും നമ്മുടെ 2018 ഇറങ്ങിയപ്പോൾ സെയിം ടു സെയിം LED ടെയിൽ ലൈറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. റിയർ സൈഡ് ഒരു എയർക്രാഫ്റ്റിൻ്റെ ബാക്ക് സൈഡ് പോലത്തെ ഒരു ഡിസൈനാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ടയർ നല്ല വീതിയുള്ളതും വണ്ണുള്ള ടയറാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡ് സസ്പെൻഷൻ്റെ ഒരു 50% പണി നമ്മുടെ ഈ ടയർ തന്നെ എടുത്തോളും. നല്ല കംഫർട്ടബിളാണ് യാത്ര ചെയ്യാനായിട്ട്. അത്യാവശ്യം വെയിറ്റ് എല്ലാം കൊണ്ടോളും. പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മളൊരു കോർണറിങ്ങിനൊരു അവസ്ഥ വരാണെങ്കിൽ വണ്ടി ചരിച്ചൊക്കെ എടുക്കാനും നിന്നോട് നിന്ന് ചരിച്ചെടുക്കാനും കറക്കി എടുക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഇത്ര വീതിയുള്ള ടയർ ഉള്ളതുകൊണ്ട്. 110/80/12 ടയറിൻ്റെ സൈസ്. ഫ്രണ്ടിൽ പോലെ തന്നെ ബാക്ക് സൈഡ് നമുക്ക് 12 ഇഞ്ച് അലോയ് വീൽസും ടയറുമാണ് ലഭിക്കുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ആ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അലോയ് വീൽസാണ് നമുക്ക് ബാക്ക് സൈഡിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യം ഇറങ്ങിയ 2018, 19, 20 സീരീസിലുള്ള എൻടോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്രാങ്ക് ഇറങ്ങുന്ന ഭയങ്കരമായ ഒരു സൗണ്ട് വരും. പക്ഷേ ഇപ്പോൾ ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആണ്. വളരെ സൈലൻറ്റ് സ്റ്റാർട്ടാണ്. ജസ്റ്റ് എൻജിൻ ഓൺ ആവുന്നു, എൻജിൻ സ്റ്റാർട്ട് ആവുന്ന ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. ക്രാങ്കിൻ്റെയോ അല്ലെങ്കിൽ ബെൻഡെക്സ് കറങ്ങുന്നതിൻ്റെയൊന്നും സൗണ്ട് നമ്മുടെ വണ്ടിയിൽ കേൾക്കില്ല. വളരെ സൈലൻറ്റ് സ്റ്റാർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സെയിം ടു സെയിം ജൂപ്പിറ്റർ 125 മോഡലിലും ഇതുപോലെ സൈലൻറ്റ് സ്റ്റാർട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് വാഹനത്തിൻ്റെ എൻജിൻ്റെ ഒരു സൗണ്ട് വരുന്നത്. നമ്മുടെ റിയർ സൈഡിലേക്ക് വളരെ സൗണ്ട് കുറവായിരിക്കുള്ളൂ. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ ആ ത്രോട്ടിൽ നല്ല പവറുള്ളൊരു ത്രോട്ടിൽ കിട്ടും. നമ്മൾ കൈ കൊടുക്കുമ്പോൾ ശരിക്കും ഡ്രും ഡ്രും എന്ന് പറയുന്നൊരു നമ്മൾ കൈ കൊടുക്കുമ്പോൾ ബാക്ക് സൈഡ് എന്താ പറയുക മഫ്ലറിൽ നിന്നും അതേപോലെ തന്നെ റെസ്പോൺസുള്ള സൗണ്ടാണ് നമുക്ക് കിട്ടുക. 100% ഒരു സ്പോർട്ടി സ്കൂട്ടർ എന്ന് പറയാൻ തികച്ച് വിളിക്കാവുന്നൊരു വണ്ടിയാണ് നമുക്ക് എൻടോർക്ക് സീരീസിലുള്ള ഈ XT. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു XP എന്ന് പറഞ്ഞ മോഡലിലൂടെ ഇറങ്ങുന്നത്. അത് കുറച്ചുകൂടി പവർ കിട്ടുന്ന രീതിയിലുള്ള വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ റിവ്യൂ ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഈ വണ്ടി ഓൺ റോഡ് ഏകദേശം 1.37 വരുന്നത്. നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപ നമുക്ക് കയ്യിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാവുന്നതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ പ്രീമിയം TVSൻ്റെ കോൺടാക്ട് നമ്പർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. അതിന് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തു തരുന്നതാണ്.
അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടുക. ഡെയിലി പുതിയ ടൂ വീലേഴ്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്ക് നിങ്ങൾക്ക് ഡെയിലി പുതിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.